ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. സീമ സത്യങ്ങൾ പറയാനായി തുടങ്ങിയതും തന്റെ ഉച്ചന്തലയിൽ നിന്നും മെഹക് ഇന്ദ്രനീലം പുറത്തെടുത്തു. ഇന്ദ്രനീലത്തിന്റെ ശക്തിയാൽ എല്ലാവരെയും അടിച്ചു വീഴ്ത്തി മെഹക് സീമയുമായി അവിടെ നിന്നും ഓടിപ്പോയി. അവർക്ക് പിന്നാലെ ഓടാൻ തുടങ്ങിയ മാന്യതയോടും മേഘയോടുമായി പ്രത പറഞ്ഞു, വേണ്ട അമ്മേ, അവർക്ക് പിന്നാലെ ഓടണ്ട. അവരേതുവരെ ഓടുമെന്ന് നമുക്ക് നോക്കാം. മരണത്തിന് മുൻപുള്ള അവരുടെ അവസാന തേരോട്ടമാണിത്. ഓടിക്കോട്ടെ അവർ. എല്ലാവരും ശാന്തരായി. ഋഷി പ്രതയുടെ അരികിലേക്ക് വന്നു. പതിഞ്ഞ സ്വരത്തിൽ ഋഷി അവളെ വിളിച്ചു, പ്രത. ഋഷിയുടെ വാക്കുകളെ പ്രത ചെവികൊള്ളാത്ത പോലെ അവൾ അവിടെ നിന്നും പോകാനൊരുങ്ങി. അവളുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് ഋഷി അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. പ്രത, എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാ. ജീവന് തുല്യം എന്നെ സ്നേഹിച്ചിരുന്നവളായിരുന്നു എന്റെ ഭാര്യയായ നീ. പക്ഷേ നിന്റെ രൂപത്തിലുള്ള മെഹക്കിനെ ആ CCTV ദൃശ്യങ്ങളിൽ കണ്ടപ്പോൾ ഞാൻ അത് വിശ്വസിച്ചു പോയി. ആ സമയം നിന്നെ ആ ദൃശ്യത്തിൽ കണ്ടപ്പോൾ എന്റെ ഹൃദയമാണ് തകർന്നു പോയത്. അന്നേരം എന്റെ കണ്ണിൽ നേരിട്ട് കണ്ടത് നീ ഗാഥയെ കത്തിക്കൊണ്ട് കുത്തുന്നതായിരുന്നു. അങ്ങനെ ഒരു ദൃശ്യം കണ്ടാൽ ഏതൊരു മനുഷ്യനായാലും സംശയിച്ചു പോകില്ലേ? ഞാനും സംശയിച്ചു പോയി. നീ എന്നോട് ക്ഷമിക്കണം. എന്റെ മനസ്സ് എന്നോട് പലതവണ നീ തെറ്റുകാരിയല്ല എന്ന് പറഞ്ഞപ്പോഴും കണ്ണിൽ കണ്ട ആ കാഴ്ച എന്നെ അത്രയധികം സ്വാധീനിച്ചിരുന്നത് കൊണ്ട് നിന്നോട് വെറുപ്പുണ്ടാവുകയാണ് ചെയ്തത്. നിന്നെ അന്ന് ജയിലിൽ കാണാൻ വന്നപ്പോൾ നിനക്ക് സങ്കടമാകാൻ വേണ്ടിയാ ഞാൻ മെഹക്കിന്റെ കഴുത്തിൽ താലി കെട്ടിയതും. പിന്നീട് സീമ അമ്മയുടെ നിർബന്ധം മൂലം എനിക്ക് അവളുമായി രജിസ്റ്റർ വിവാഹം കഴിക്കേണ്ടതായി വന്നു. അതിനപ്പുറം ഒന്നുമില്ല. പക്ഷേ എന്റെ മനസ്സിൽ നീ മാത്രമായിരുന്നു. നിന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ദിവസം നീ ഗർഭിണിയായ വിവരവും ഞാൻ അറിഞ്ഞിരുന്നു. സത്യങ്ങൾ അറിഞ്ഞ് നിന്റെ അരികിലേക്ക് വരാൻ തുടങ്ങിയ എന്നെ ദീപിക തടഞ്ഞു. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനല്ലെന്നും ബിസിനസ് മീറ്റിംഗിനായി ഞാൻ വീട്ടിൽ നിന്നും പോകുന്ന പല രാത്രികളിലും നീ ആരെയൊക്കെയോ സുഹൃത്താണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് അവൾ കണ്ടിട്ടുണ്ടെന്നും കൂടി എന്നോട് പറഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നിരുന്നു. കൺമുന്നിൽ കണ്ട ആ സത്യം എന്റെ മുന്നിൽ ഒരു കരിനിഴലായി നിൽക്കുന്നതിനാൽ മെഹക്ക് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം ഞാൻ വിശ്വസിക്കുകയായിരുന്നു. കുഞ്ഞ് ജനിച്ച് 4 വയസ്സായി കഴിഞ്ഞ് കുഞ്ഞിനെ അനാഥാലയത്തിലേക്ക് മാറ്റിയ ശേഷം നിന്നെ തൂക്കിക്കൊന്ന വിവരം അറിഞ്ഞിട്ടും ഇത്രയും ചതി എന്നോട് ചെയ്തവളുടെ ശരീരം വാങ്ങാൻ ഞാൻ പോകരുതെന്ന് മെഹക്ക് പറഞ്ഞിരുന്നു. ശേഷം എന്റെ മുന്നിലൊരു നന്മമരം ചമഞ്ഞുകൊണ്ട് അവൾ നിന്റെ ഒരു ഫോട്ടോയിൽ മാലയും ഇട്ട് ഹാളിൽ വെച്ചു. നീ പറ പ്രത, ഇങ്ങനെയൊക്കെ ഓരോന്ന് നടന്നാൽ ആരായാലും ഇതൊക്കെ വിശ്വസിച്ചു പോകില്ലേ? ഞാനും വിശ്വസിച്ചു. കഴിഞ്ഞ 5 വർഷം ഞാൻ അറിയാതെയാണെങ്കിൽ കൂടെയും നിനക്കുണ്ടായ ആ വേദന എനിക്ക് ഊഹിക്കാൻ കഴിയും. എല്ലാത്തിനും മാപ്പ് എന്ന വാക്കല്ലാതെ എന്റെ പക്കൽ മറ്റൊന്നും പറയാനില്ല. ഋഷഭ് സിംഗ് ഗുജ്റാൾ എന്ന ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഒരു തെറ്റ് ചെയ്തത് അത് നിന്നോടാണ് പ്രത. ഇത്രയും പറഞ്ഞുകൊണ്ട് നിറ കണ്ണുകളുമായി ഋഷി തുടർന്നു. ഒരു മനുഷ്യന്റെ തെറ്റുകളിൽ നിന്നുമുള്ള പശ്ചാത്താപമാണ് അയാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. ഋഷി പറഞ്ഞു നിന്നതെല്ലാം കേട്ട പ്രതയ്ക്കും സങ്കടം സഹിക്കാനായില്ല. ഋഷി തെറ്റുകാരനായതിന്റെ സാഹചര്യം പ്രത പൂർണ്ണമായി മനസ്സിലാക്കി. ശേഷം അവൾ ഋഷിയെ കെട്ടിപ്പിടിച്ചു. തന്റെ സത്യങ്ങൾ പ്രത മനസ്സിലാക്കിയെന്ന് ഋഷിക്ക് തോന്നി. ഋഷി പ്രതയെ ഇറുക്കെ കെട്ടിപ്പുണർന്നു. പ്രത, എന്റെ ജീവിതത്തിലെ എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് നീ. ഇത്രയും പറഞ്ഞ് ഋഷി പ്രതയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. പ്രത ഋഷിയുടെ നെഞ്ചിൽ തലചാരിക്കൊണ്ട് ഋഷിയെ കെട്ടിപ്പുണർന്നു. ശേഷം അവളും അവന്റെ കവളിൽ ചുംബിച്ചു. ഇരുവരുടെയും മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. പ്രതയുടെ കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീർ ഋഷി തുളച്ചുകൊണ്ട് പറഞ്ഞു, ഇനി നീ കരയരുത് പ്രത. ഈ കണ്ണ് നനയാൻ ഇനി ഞാൻ ഇടവരുത്തില്ല. പ്രത ഒന്നുകൂടെ ഋഷിയെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. ഇതെല്ലാം കണ്ട് ചുറ്റും നിന്ന മേഘയും മാന്യതയും യാശ്രിയും ഒക്കെ സന്തോഷിക്കുകയായിരുന്നു. മാന്യത ഋഷിക്കരികിലേക്ക് വന്നു. മോനെ, എന്റെ മോനെ. ഋഷി പ്രതയെ അടർത്തി മാറ്റി മാന്യതയെ കെട്ടിപ്പിടിച്ചു. അമ്മേ, എന്റെ സ്വന്തം അമ്മേ, കാലം എനിക്കായി കാത്തുവെച്ച ഒരേ ഒരു നിധിയാണ് മോനെ നീ. എന്റെ 3 മക്കളിൽ എനിക്കിനി സ്വന്തമാണെന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ. മെഹക്ക് എന്റെ സ്വന്തം മകളായിരുന്നില്ല. അവളുടെ സ്ഥാനത്തുണ്ടായിരുന്ന യഥാർത്ഥ കുഞ്ഞിനെ സീമ കൊന്നു കളഞ്ഞിട്ടാണ് അവിടെ മെഹക്കിനെ വെച്ചത്. പിന്നെ ഉള്ളത് എന്റെ ഗാഥമോളായിരുന്നു. അവളെ മെഹക്ക് കൊന്നു കളഞ്ഞു. ഇനി എനിക്ക് ബാക്കിയായി ഉള്ളത് നീ മാത്രമാണ്. നീ എന്റെ സ്വന്തമാണ് മോനെ. ഋഷിയും മാന്യതയും കെട്ടിപ്പിടിച്ചു. മാന്യത തന്റെ മകന്റെ നെറ്റിയിൽ ചുംബിച്ചു. പ്രതയും ഋഷിയും മാന്യതയും കെട്ടിപ്പിടിച്ചു നിന്നു. പെട്ടെന്ന് മേഘ പറഞ്ഞു, സത്യങ്ങളെല്ലാം തെളിഞ്ഞു. നഷ്ടപ്പെട്ടവരെയൊക്കെ തിരിച്ചും കിട്ടി. ഇനി ബാക്കിയുള്ളത്
പ്രതികാരമാണ് എന്റെ മഹിയേട്ടന്റെ മരണത്തിന്, മഹിയേട്ടന്റെ കുടുംബത്തിന്റെ മരണത്തിന്, ഗാഥയുടെയും അർജുന്റെയും മരണത്തിന്, സീമ കൊന്നുകളഞ്ഞ മാലതിയുടെ ആ കുഞ്ഞിന്റെ മരണത്തിനുമൊക്കെ ഉള്ള പ്രതികാരം. മേഘ ഇത്രയും പറഞ്ഞ് കത്തിജ്വലിക്കുന്ന കോപത്താൽ രൗദ്രഭാവത്തിൽ നിന്നു. ദിവസങ്ങൾ 5 കഴിഞ്ഞു. മെഹക്കും സീമയും ഒരു ഗുഹയിലേക്ക് പോകുകയാണ്. അമ്മേ, ഇത് ഏത് ഗുഹയിലേക്കാ എന്നെയും കൊണ്ട് ഈ പോകുന്നത്? പറയാം മോളെ, ഞാൻ പറയാം. ഈ ഗുഹ വളരെ പ്രത്യേകതകളുള്ള ഒരു ഗുഹയാണ്. മഹാമത്സരാണിയായ മേഘയുടെ ദൃഷ്ടിയിൽ പോലും കാണാൻ കഴിയാത്ത ഒരു ഗുഹ. ഇനി ഒരു യുദ്ധത്തിനായി നമ്മൾ പുറപ്പെടുകയാണെങ്കിൽ അത് അവസാന യുദ്ധത്തിനായിരിക്കണം മോളെ. അതുവരെയുള്ള നമ്മുടെ ഒളിച്ചുകളിക്ക് വേണ്ടിയാണ് ഈ ഗുഹ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ആർക്കും അറിയാത്ത ഒരു കാര്യം. നമ്മുടെ അവസാന അസ്ത്രം, ബ്രഹ്മാസ്ത്രം. ബ്രഹ്മാസ്ത്രമോ? എന്താണത്? ഇനി മത്സ്യറാണിയുടെ പ്രതികാര കഥയിലെ അവസാന 5 എപ്പിസോഡുകൾ മറക്കാതെ കാണുക നിങ്ങളുടെ സ്വന്തം മോൺലറ്റിൽ.